ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മളെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കോഴിക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് വന്നതാണ്. കുറച്ച് ഫുഡ് എടുക്കട്ടെ. ഉച്ച സമയല്ലേ, അപ്പൊ വിശപ്പുണ്ടാവും. ഓ, ഗേഡില് കേറി നിക്കുന്നേ. വാ 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 വാ, എല്ലാരും വാ, എല്ലാരും വാ. ഇവര് മേലേനെ തിന്നൂല, ടർക്കികൾ മേലേനെ തിന്നൂലട്ടാ. ഇവര് താഴെ ഒന്നും പിടിക്കില്ല. നമ്മളെന്താ കൈവിൽ പിടിച്ചിന് അത് കൊത്തി തിന്നാൻ നോക്കുക. വെറും മടിയന്മാരാന്ന് കേട്ടാ, താഴെ നിന്ന് കൊത്തിയെടുക്കാൻ വേണ്ടിട്ട്. ഇതൊരു പൂവനാണ്. പിന്നെ വേറൊരു പൂവനുണ്ട് കൊത്തുന്നത്. അതിന് പേടിയായതുകൊണ്ട് ഇത് ഭക്ഷണം കഴിക്കാൻ തന്നെ അടുത്തേക്ക് പോവൂല. കണ്ട, മാറി മാറി പോവുക ചെയ്യ. ഇട്ട് കൊടുക്കുമ്പോ ആ പൂവൻ വല്ലാണ്ട് കൊത്തി ഒടിക്കും. അതുകൊണ്ട് പാവം ഈ പൂവന് കുറച്ച് വെള്ളം എടുത്തിട്ട് തരട്ടെ. ഇത് നമുക്കൊരു മണ്ടത്തരം പറ്റിയത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നേ. ഇത് കോഴിയൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പുല്ല് മുറിക്കുന്ന മിഷൻ വാങ്ങിന് കോയമ്പത്തൂരിന്ന്. അപ്പൊ ഇതിന് വില ഒരു 25,000 ഉറുപ്പ്യ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ വില. ഇതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു ഇത് പിന്നെ വീഡിയോ കണ്ടത് ഇങ്ങനെ വലിയ വാഴയില ഇതിലൊക്കെ ഇടുമ്പോ മുറിഞ്ഞ് പീസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പോയിട്ട് കോഴി കൊത്തി തിന്നുന്ന വീഡിയോ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അത് കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. നമുക്ക് പുല്ലരിഞ്ഞാല് ഇതിലിട്ട് കൊടുത്ത ചെറിയ ചെറിയ പീസായി വീണാല് നമുക്ക് കോഴിയൊക്കെ കൊത്തി തിന്നാൻ കഴിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് മെഷീൻ വാങ്ങിയത്. അപ്പൊ ഇവിടെ കൊണ്ടു നോക്കുമ്പോഴേക്ക് പിന്നെ പുല്ല് അങ്ങനെ മുറിഞ്ഞ് കിട്ടുന്നില്ല മാത്രല്ല, ഒരു എന്താ പറയാ, ഒരു ഇതില്ല. അത് 2-3 പ്രാവശ്യമാക്കി നമ്മളത് പിന്നെ ഉപേക്ഷിച്ച്. ഇപ്പൊ കേടുവായി. ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിൽ എത്തിയിട്ടാ ഉള്ളത്. ഇപ്പൊ നല്ല ചൂട് കാലല്ലേ, അപ്പോ ഉച്ച സമയത്തും ഇടക്കിടക്ക് കോഴികൾക്ക് വെള്ളം കൊടുക്കണം. പിന്നെ നമുക്കൊരു ടൈം പാസ് ആണല്ലോ കോഴി, താറാവ്, ഗിനിനെല്ലാം നോക്കാൻ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തോട് ഭയങ്കര താല്പര്യാണ് കേട്ടാ. ഇതെല്ലാം നോക്കാനും കുറച്ച് സമയം ഉച്ച സമയം ഭക്ഷണം കഴിഞ്ഞ് ഇവരെ കൂടെ കുറച്ച് ചെലവഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ ഏത് സമയത്തും പക്ഷെ ഇതൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ആര് വന്നു നിന്നാലും ഞാൻ അറിയും. ഒരാളെ ഇവിടെ വന്ന് നോക്കിയാൽ അപ്പാട്ട് ഇവരെ അറിയിക്കും. എന്തെങ്കിലും ഒരു സൗണ്ട് ആക്കി എന്നെ അറിയിക്കും. ഞാൻ വന്ന് നോക്കുമ്പോ അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അപ്പാട്ട് ഇവരെ അതിന്റെ റിസൾട്ട് ചെയ്യും. നായിന്റെ ആവശ്യം വരുന്നേ ഇല്ല കേട്ടാ. കോഴികളെല്ലാം നമുക്ക് അത് പറഞ്ഞു തരും. പിന്നെ ആര് വന്നാലും ഒച്ചയാക്കിയിട്ട്. പിന്നെ നമുക്കൊരു 6 ഗിനിയുണ്ട്. അത് എന്തെങ്കിലും ഒരു പക്ഷി ഇതിന്റെ മേലൂടെ പാഞ്ഞാ മതിയേ. അത് കട്ടാക്ക്. നമുക്ക് 6 ഗിനിയുണ്ട്. ഇതിന്റെ മേലോട്ടുള്ള ഒരു പക്ഷി പറന്നാ മതി, ഭയങ്കര ഒച്ചയാക്കി നമ്മള് ഇവിടെ വന്ന് നോക്കുന്നത് വരെ ഒച്ചയാക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാ പിന്നെ ഒച്ച ഉണ്ടാവൂല കേട്ടാ. അങ്ങനെയാന്ന് ഇവരുത്. എന്തെങ്കിലും ഒച്ച കേട്ടപ്പാട് നമ്മൾ കൂട്ടിൽ വരണം, അല്ലേ പിന്നെ നമ്മളെ കാണുന്നത് വരെ സൗണ്ട് ആയിരിക്കും. കുടിച്ചോട്ടാ, ഭയങ്കര ചൂടല്ലേ. താറാവിന് കുളിക്കാൻ നമ്മളിവിടെ കുളാക്കിയിട്ടുണ്ട്, ഒരു കുണ്ടുപോലെ ആക്കിയിട്ടുണ്ട്. അതില് വെള്ളം നിറച്ച് കൊടുക്കുക ചെയ്യാട്ടാ. അതിന്റെ ഉള്ളിൽ താറാവിന് കുളിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ കുറച്ചൊരു ടൈൽസ് വെച്ചിട്ട് ഒരു കൊളാക്കിയിട്ടുണ്ട്. അതില് വെള്ളം നിറച്ച് കൊടുക്കുക ചെയ്യാ. അപ്പൊ അവിടെ വന്നിട്ട് നീന്തിയിട്ട് അവര് വെള്ളം കുളിക്കും. പിന്നെ താറാവിനൊരു പ്രത്യേകത ഉണ്ട്, അപ്പൊ ഏത് സമയം വെള്ളം വേണ്ടത്. അതൊരു പേരൊക്കെ പഴുത്തിട്ട് പറിക്കട്ടെ. നമ്മള് കോഴിക്കോടിലെല്ലാം നട്ടതാണ് പേരക്കിയല്ലോ. നിൽക്കുന്നില്ലെന്നേ. അങ്ങനെ നല്ല പഴുത്ത പേരക്ക, നല്ല മധുരമുള്ളതാണ് കേട്ടോ. അയ്യോ, ഈ കൊമ്പ് പൊട്ടിപ്പോയല്ലേ.
നമ്മൾ 5-6 വിയറ്റ്നാം എയർലി പ്ലാവ് നട്ടിനുവേ. അപ്പൊ കഴിഞ്ഞ മഴയല്ലേ, ഭയങ്കര മഴയാകുമ്പോ ഒരു 4 പോയി കിട്ടു. അപ്പൊ 2 ബാക്കിയായിട്ട്, ഒന്ന് ഇതും ഒന്ന് അവിടെയും ബാക്കിയായിട്ടുണ്ട്. ഇനി എന്താവും അറിയില്ല. ഇത് നമ്മൾ തന്നെ വിരിയിക്കുന്ന കോഴികളാണ്. നമ്മൾ എടുത്ത കോഴികൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ വിരിയിച്ചാണ് ഇവരെ ഉണ്ടാക്കുക. എന്ന് വെച്ചാല് കോഴികൾ അടയിരുന്നിട്ട് തന്നെയാണ് വിരിയിക്കുന്നത് കേട്ടാ. ഇതിന് 2 പൂവനുണ്ട്, ബാക്കിയെല്ലാം പടിയാണ്. പക്ഷെ ഇതിനെ പുറത്ത് ഇളക്കിക്കൂടാ. നമ്മുടെ ടർക്കി ഇല്ലേ, ടർക്കി എന്ന് വെച്ചാൽ കൊത്തി പിടിക്കും ഇവരുടെ കഴുത്തിന്. ഒന്നും കൊല്ലൊന്നുമില്ല, പക്ഷെ കൊത്തി പിടിച്ചേക്കുന്നു. അത് കുറച്ചൊരു വലുതാവുന്നത് വരെ ഇത് ഇവിടെ തന്നെ നിക്കട്ടെ എന്ന് വെച്ചാണ്. ഇതിങ്ങനെ പേരക്കും ഇതും പിടിച്ചിട്ട് പോകുമ്പില്ലേ, എന്താ കോഴികളണ്ട, കോഴി തുള്ളി കൊത്തു വന്നിട്ട് ആ പേരക്ക് തിന്നാൻ വേണ്ടിട്ട് ഇത് കൈമന്ന്. ഇത് ഒരു കോഴിയുണ്ട് തപസ്സിരിക്കുന്നു, കൊറേ ആയി ഇതിന്റെ ഉടുക്കിലുണ്ട്. അതെന്ന് വെച്ചാല് 40 ദിവസം ഇരുന്നാലും കുട്ടികളായാലും പിന്നെയും അതിരിക്കും 1 മാസത്തോളം. ആ കോഴി എന്താ ഇങ്ങനെ ഇരിക്കുന്നെന്ന് അറിയില്ല. അതങ്ങനെ 2 മാസത്തോളം ആ കോഴി ഇരിക്കും. എങ്ങനെ നമ്മൾ പുറത്ത് എങ്ങനെ പിടിച്ച് പുറത്തിട്ടാലും പിന്നെയും പോയിരിക്കും അവിടെ. ഇത് ഈ പറമ്പത്തെന്ന് വെച്ചാല് നമ്മള് ഈ ഒരു 5 സെന്റിലാണ് ഇതിങ്ങനെ കെട്ടിയെന്ന് വെച്ചാല് കൂട്ടിലാക്കിയാല് കോഴികൾക്കും താറാവുകൾക്കും എല്ലാം ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത പോലെ ആയിരിക്കൂലേ. പറമ്പത്താകുമ്പോ ഇവര് ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും, എന്ത് ജീവി വന്നാലും ഒച്ചപ്പാടാക്കും. അപ്പോൾ നമ്മൾ വന്ന് നോക്കുകയും വേണ്ടും. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. നല്ല ഇവർക്ക് തന്നെ ഒരു സ്വാതന്ത്ര്യം കിട്ടി, നല്ല ഫുഡ്. നമ്മൾ എന്തുണ്ടായാലും ഒരു പച്ചില എന്ത് കൊത്തി കൊടുത്താലും അവർ കൊത്തി തിന്നും. പിന്നെ നമുക്കൊരു വൃത്തികേട് ഒന്നൊരു കൂട്ടിൽ തന്നെ ആകുമ്പോ ഒരു മണമല്ല സ്മെല്ലെല്ലാം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ആക്കുമ്പില്ലേ ഒരു സ്മെല്ലോ കാര്യോ ഒന്നുമില്ല. വേനൽക്കാലായാലും എന്ത് വേസ്റ്റ് ഇട്ട് കൊടുത്താലും ആ വെയിലത്ത് ഉണങ്ങും. കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ വാരിയിട്ട് അതിന്റെ ചെടിക്കെല്ലാം ഇട്ട് കൊടുക്കുക ചെയ്യാട്ടാ. അതോട് ഒരാളും കൂടിയിട്ട് തവസിരിക്കുന്നുണ്ട്. ഒരു 5-8 നമ്മൾ വെച്ചാൽ മുട്ടാന്ന് വെച്ചാല് അങ്ങനെ ഒരു വേറെ ഒരു ഇതായിട്ടൊന്നും വെക്കൂല. ഒരു 5-6 മുട്ട വെച്ചിട്ട് അതിന്റെ അടിയിൽ വെക്കും. അതൊരു 10-22 ദിവസം കൊണ്ട് അത് വിരിയും. പിന്നെ നമ്മൾ പ്രത്യേക കരിക്കട്ടിയോ ഈർക്കിളി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടാ. ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ നമ്മൾ കുറച്ച് മുട്ട വെച്ചാടെ ഇട്ട് കൊടുക്കും. അത് തേച്ച് വിരിയുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ വേനൽക്കാലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മഴക്കാലാകുമ്പോൾ കുറച്ച് വിരിയാനെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ അതിന്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കൂടുകളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടാ. രാത്രി സന്ധ്യാസമയമാകുമ്പം എല്ലാ കോഴികളും നമ്മളെ കൂട്ടിലേക്ക് കൂടും കേട്ടാ. നമ്മൾക്ക് ഡോർ അടച്ചു കൊടുക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. പകല് ഇവരിങ്ങനെ കളിക്കൂല കേട്ടാ. അല്ലെങ്കിൽ സന്ധ്യാസമയമാകുമ്പോ ഇത് കൂട്ടിലേക്ക് വന്ന് ഡോർ അടച്ചെടുക്കണം. ഇത് നമ്മൾ വാർത്തതെന്ന് വെച്ചാല് നമ്മള് മതിലിന്റെ മേലെ ഒരു വാർപ്പ് ഉണ്ടാക്കിയത് ചുറ്റുകൊള്ളെന്ന് വെച്ചാല് നമുക്ക് പച്ചക്കറി നടാൻ ഗ്രോ ബാഗിൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വാർത്തത്. അപ്പൊ ഇതിന്റെ അടിയിലെല്ലാം പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളത്തിന് ആവശ്യത്തിന്. അപ്പൊ നമ്മൾ ഗ്രോ ബാഗ് വെച്ച് ഒരു പ്രാവശ്യം നമ്മൾ പച്ചക്കറി നട്ടപ്പോ അടുത്ത പറമ്പില് മരങ്ങള് തണലി. അപ്പൊ നമുക്ക് പച്ചക്കറി അത്ര നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് വിളവ് തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് വന്നത് കേട്ടാ, കോഴിയിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ തേച്ചും പച്ചക്കറി നടാന്നുള്ള ഉദ്ദേശത്തിലും മതില് വരി കെട്ടി ഇതാക്കിയത്. അപ്പൊ മരങ്ങളും തെങ്ങുകളെല്ലാം കാരണം പിന്നെ നമുക്കൊന്നും നടാനുള്ള പറ്റുന്നില്ല തണലായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കോഴിയിലേക്ക് വന്നതാണ്. ഇത് നമ്മളൊരു മത്സ്യക്കുളം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ പിന്നെ നമ്മൾ കുറെ വെള്ളം നിറച്ച് മത്സ്യത്തിനെല്ലാം ഇട്ടിന്. പിന്നെ കുണ്ട് എന്ന് വെച്ചാല് കുറച്ച് വൃത്തികേടായി പോയി, പൊട്ടിപ്പൊളിഞ്ഞിട്ട്. പിന്നെ അത് നന്നാക്കണം, തേക്കണം. പിന്നെ കുറച്ച് ഇപ്പൊ പൈസന്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം അത് വേണ്ട, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് കുണ്ടെല്ലാം തേച്ച് വൃത്തിയാക്കിയ ശേഷം ആദ്യം നമ്മൾ മത്സ്യങ്ങൾ ഇടും. പിന്നെ അതല്ല മഴക്കാലാവുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. മഴക്കാലാവുമ്പോൾ നമുക്ക് ഇതിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കും. എന്ന് വെച്ചാൽ ഉറന്നിട്ടുള്ള വെള്ളമാണ്. അപ്പൊ ഇതിന്റെ അടിന്ന് വെച്ചാൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതാക്കണം, അല്ലെങ്കിൽ അടിയിൽ വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അത് ഇപ്രാവശ്യം കുറച്ച് പൈസന്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ആക്കാന്ന് വെച്ച് വെച്ചതാണ്. പിന്നെ നമ്മളെല്ലാം നീന്തം പഠിച്ചതും ഈ കുളത്തിൽ നിന്നാണ് കേട്ടാ. എനിക്ക് നീന്താൻ അറിയില്ല. കുട്ടിക്കാലം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് വെച്ചാല് അങ്ങനെ കുളങ്ങളും വയലുകളൊന്നും അടുത്തില്ലാത്തൊരു ഏരിയയിലാണ് എന്റെ വീടുള്ളത്. അപ്പോ ഇതിനെ പറ്റിയൊന്നും എനിക്ക് നീന്തത്തിന് ഒന്നും അറിയില്ലേനും. ഇവിടെ വന്ന് ഈ കുളം ഉണ്ടാക്കിയ പിന്നെ ഞാൻ നീന്തം പഠിച്ചതും എല്ലാം ആയത്. ഇത് നല്ല ആഴമുണ്ട്.
പിന്നെ നമ്മള് ഷീറ്റ് ഇട്ടിന് 5000 ഷീറ്റ് ഇട്ടിന്. അപ്പൊ രാത്രി എല്ലാം ആകുമ്പോ ഈ എലി ശല്യം ഉള്ളതുകൊണ്ടേ എലി വന്നത് തേച്ച് തോട്ടിയാക്കും, തേച്ച് കീറും. പിന്നെ ഷീറ്റ് ഇപ്രാവശ്യം വാങ്ങാന്ന് വെച്ചാ വലിയ പൈസയല്ലേ, അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഇട്ടതാന്ന്. ഇനി അടുത്ത പ്രാവശ്യം ഏതായാലും സിമെന്റ് തന്നെ തേച്ച് കെട്ടി നല്ല വൃത്തിയാക്ക. പിന്നെ കണ്ട മഴക്കാലം ഈ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തും, ഷീറ്റിൽ ഇട്ട് കഴിഞ്ഞാല് വെള്ളത്തിന്റെ ഇത് ഉറവില്ലതുകൊണ്ട്. കോഴിക്ക് വെള്ളം കൊടുത്ത് വരുമ്പോഴേക്കത് കോഴി അയ്യോ കോഴിക്ക് ഫുഡെല്ലാം ഇട്ട് കൊടുക്കുമ്പോ എന്താ കാന്താരി നോക്കറ വാടിക്കിടക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കട്ടെ. തേച്ച് വാടിപ്പോയി അല്ലേ, രാവിലെ ഒഴിക്കാത്തത് പോലെ. ഭയങ്കര ചൂടല്ലേ കാന്താരിക്ക്, തന്നെ അത്ര ചൂട് അത്ര വെയില് വേണ്ടല്ലോ, അതാണ്. ഇത് പച്ചക്കറി നടാൻ വേണ്ടിട്ട് കുറച്ച് വൃത്തിയാക്കിയതാണ് സ്ഥലം. കുറച്ച് കാന്താരി പഴുത്തിട്ട് കണ്ടേ, എന്നാ കുറച്ച് പറിക്കട്ടെ. നമ്മള് കാന്താരി ഇട്ടിട്ട് തന്നെ കറി വെക്കുക കേട്ടാ. ഇപ്പൊ കാന്താരി ഉള്ള സമയത്ത് അങ്ങനെ മുളക് ഉപയോഗിക്കയില്ല. ഇത് താഴെയേനു നമ്മൾ നട്ടത്, പിന്നെ വൃത്തിയാക്കിയതുകൊണ്ട് ഈ സൈഡിലേക്ക് എടുത്ത് മാറ്റിയതാണ്. ഇവിടെ പച്ചക്കറി നടാന്ന് വിചാരിച്ച്. അപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോ ഞാൻ ഭയങ്കര പ്രശ്നമാക്കി, ഇതെങ്ങനെ പറിക്കും പറിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ഇപ്പൊ പറിക്കാൻ വിഷമൊന്നുമില്ല കേട്ടാ, പറിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ പറിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാ മതിയോ വെച്ചിട്ട്. കുഴപ്പമെന്ന് പറഞ്ഞ കുഴപ്പം, പക്ഷേ എങ്ങനെ അപ്പൊ പറിക്കുന്നതിനൊരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല, പറിക്കാൻ പറ്റും വിചാരിക്കുന്നു. കൂട്ടന്ന് കുറച്ച് അടിച്ച് വാരി വൃത്തിയാക്കി ആകെ ക്ഷീണം പിടിച്ചു. അങ്ങനെ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചായ കുടിക്കുമ്പോ നിങ്ങൾ ചായ കുടിക്കുമ്പോ മത്സ്യത്തിന് കൊതി പിടിക്കുമല്ലോ, അതുകൊണ്ട് കുറച്ച് മത്സ്യത്തിന് ഫുഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ചായ കുടിക്കട്ടെ. കടിയൊന്നും ഇല്ല കേട്ടാ, റസ്കാന്ന്. റസ്ക് ചായ കുടിക്കാന്ന് വെച്ചിട്ട്. വീടിന്റെ അടുത്തൊരു മുത്തപ്പനുണ്ട്. ഈ ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞ് മുത്തപ്പനെ കാണാൻ പോകണം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.